പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണെന്ന് KSTA ജില്ലാ സെക്രട്ടറി K. അജില. ജീവനക്കാരുടെ അനുഭാവപൂർവമായ നിലപാടാണ് കേരള സർക്കാരിന്റേതെങ്കിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും K. അജില വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പൊതുമേഖലയിൽ നിലനിൽക്കേണ്ട വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ കഴിയുന്നതാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം. കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിക്കേണ്ട ഫണ്ടുകൾ അനുവദിക്കാതെ പ്രതിസന്ധിയിലാക്കുന്നത് അംഗീകരിക്കാനാവില്ല. അതുപോലെ തന്നെ അധ്യാപകർക്ക് കാലാകാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നത് അംഗീകരിക്കാനാവില്ല. ശമ്പള പരിഷ്കരണം, ആനുകൂല്യ കുടിശ്ശിക തുടങ്ങിയ വിഷയങ്ങളിൽ കേരള സർക്കാർ നിലപാട് സ്വീകരിക്കണമെന്നും അജില ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങളോട്, വിദ്യാഭ്യാസ ആവശ്യങ്ങളോടൊക്കെ കേന്ദ്രം കാണിക്കുന്ന അവഗണനയും ഈ മേഖലയ്ക്ക് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. കേന്ദ്രം ഈ മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്തുന്നതിന് യാതൊരു തരത്തിലുള്ള താല്പര്യവും കാണിക്കുന്നില്ല. എന്നാൽ വലിയ ഒരു തൊഴിൽ മേഖലയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്നുള്ളത്. ലക്ഷക്കണക്കിന് പേര് ആശ്രയിക്കുന്ന തൊഴിൽ മേഖല. അതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ടും ഫണ്ട് നിഷേധിക്കുന്നതിലൂടെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും അതോടൊപ്പം ഈ വിദ്യാഭ്യാസ മേഖലയിൽ നിലവിൽ ഉള്ള കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും ആവശ്യപ്പെടുന്ന വിധത്തിൽ ജീവനക്കാരുടെ ആവശ്യങ്ങളോട് നല്ല സമീപനമാണ് പുലർത്തുന്നതെങ്കിലും ജീവനക്കാർക്ക് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ആവശ്യങ്ങളോട് അനുഭാവപൂർണമായ ഒരു സമീപനം എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഉള്ള ഒരു പ്രക്ഷോഭ പരിപാടിയാണ് ഓഗസ്റ്റ് 2-ന് നടക്കുന്നത്. ഈ പ്രക്ഷോഭ പരിപാടിയിൽ പാലക്കാട് ജില്ലയിലെ എല്ലാ അധ്യാപകരും പങ്കെടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും 5000-ലധികം അധ്യാപകർ പാലക്കാടിന്റെ തെരുവീതിയിൽ നടക്കുന്ന ഈ മാർച്ചിലും ധർണയിലും പങ്കെടുക്കും. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം MR മഹേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് AM അജിത്, ട്രഷറർ പ്രദീപ് G എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.